Okay, so last class we discussed about what is meant by silicates, their structure, different types of silicates and examples. Now we are going to deal with applications of silicates. As we already said, in our daily life we are met with different types of silicates like clays, bricks, cement, ceramics, cosmetics, etc. So let us start with what are the applications of silicates. And first we can check with clay. What are clays? Clays are aluminium and magnesium silicates. Silicates of aluminium and magnesium. It's a clay. Okay, and it is used for making cement. Cement manufacture ഒരു പ്രധാനപ്പെട്ട raw material ആണ് clay എന്ന് പറയുന്നത്. Okay, so clay used for the manufacture of cement. Then bricks. Then നമുക്കറിയാം pottery items, tiles. And also some porcelain plates okay. So these are used by this uses clays. Okay, so clays are aluminium and magnesium silicate used in the manufacture of cement, bricks, tiles, porcelain, etc. And next is we have already learned about zircon. What is zircon? Zirconium silicate നമ്മൾ പഠിച്ചില്ലേ, ZrSiO4. Okay, and it is also used in the manufacture of ceramics and refractory material ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആലോചിച്ചത് റിഫ്രാക്ടറി സിർക്കോൺ. ഓക്കെ, സോ സിർക്കോൺ ഈസ് യൂസ്ഡ് ഇൻ ദ സെറാമിക്സ് ആൻഡ് ആസ് എ റിഫ്രാക്ടറി മെറ്റീരിയൽ. ആൻഡ് അനദർ വൺ, beryl. What is beryl? It is a cyclosilicate. നമ്മൾ പഠിച്ചില്ലേ, ബെർലിയം അലുമിനിയം സൈക്ലോസിലിക്കേറ്റ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ജംസ്റ്റോൺ. എമറാൾഡ് അറിയില്ലേ മക്കളെ, നല്ല ഗ്രീനിഷ് കളറുള്ള എമറാൾഡിന് അതിൻ്റെ കളറ് കൊടുക്കുന്നത് ബെറൈലാണ്, ബെറൈലിൻ്റെ പ്രസൻസ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ജംസ്റ്റോൺ. അക്വാമറൈൻ, എമറാൾഡ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബെറൈൽ. ഓക്കെ, സോ കളറ് കാരണം ഈ ബെർലിയത്തിൻ്റെ പ്രസൻസ് ആണ്. ആൻഡ് ദ അനദർ തിങ് ഈസ് ആസ്ബസ്റ്റോസ്. Asbestos. First it was treated as a miracle material എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്, because of its extraordinary properties. Asbestos, and that asbestos sheet was that was regarded as a miracle material because of its extraordinary properties such as resistance to heat and fire, chemicals. ഓക്കെ, ഒന്നുമായിട്ട് എഫക്റ്റ് ചെയ്യില്ല ആസ്ബസ്റ്റോസ്. ആൻഡ് ഇറ്റ് ഹാവ് ഹൈ ഡ്യൂറബിലിറ്റി, ഭയങ്കര സ്ട്രെങ്ത്താണ്, നല്ല ഡ്യൂറബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പണ്ട് എല്ലാവരും നമ്മളൊക്കെ ആസ്ബസ്റ്റോസ് ഷീറ്റുകളൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഫ്ലോറിംഗ് പർപ്പസിന് യൂസ് ചെയ്തിരുന്നു, ദെൻ റൂഫ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരുന്നു, സിമെൻറ്റ് ഷീറ്റ്, പൈപ്പ് ഇൻസുലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ആസ്ബസ്റ്റോസ് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടുവേർഡ്സ് ഹീറ്റ്, കെമിക്കൽസ്, ഫയർ, എക്സെട്ര. And later it was discovered that high exposure to asbestos sheet, ഈ സിലിക്ക അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ലങ് ക്യാൻസർ ഉണ്ടായതായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹൈലി ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. സോ നൗഡേയ്സ് മെനി കൺട്രീസ് ബാൻ ആസ്ബസ്റ്റോസ്. പക്ഷെ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വളരെ അതിൻ്റെ കൂടുതൽ ഉപയോഗം ദാറ്റ് മേ ലീഡ്സ് ടു ലങ് ക്യാൻസർ. കാൽസ്യം മെഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ആസ്ബസ്റ്റോസ്. ഓക്കെ, and the later one talcum powder അല്ലേ, ടോൾക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു മറന്നല്ലോ, മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഇസ് മെഗ്നീഷ്യം സിലിക്കേറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സിറാമിക്സ്, കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ടോൾക്ക്. ദെൻ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഫെൽസ്പാർ. ലാസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ 3 ഡയമെൻഷണൽ ഫെൽസ്പാർ, അതായത് സിലിക്കനെ മാറ്റിയിട്ട് അലുമിനിയം വരുമ്പോൾ അലുമിനോ സിലിക്കേറ്റ്സ്, ആൻഡ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഫില്ലേഴ്സ് ഇൻ പെയിൻറ്റ്. പെയിൻറ്റിൽ ഫില്ലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്സ്, ദാറ്റ് ഈസ് പ്ലാസ്റ്റിക്, റബ്ബർ, അതിലൊക്കെ ഫില്ലറായിട്ട് നമ്മൾ ഫെൽസ്പാർ യൂസ് ചെയ്യുന്നുണ്ട്. So this feldspar, that is aluminosilicate, used as filler material in paint, plastic, etc. and also used as a flexing agent. Flex ആയിട്ട് യൂസ് ചെയ്യുന്നത്, flexing agent in ceramics. Okay, and there is another category that is ultramarines. അതും നമ്മൾ പഠിച്ചു അല്ലേ, 3 ഡയമെൻഷണൽ അൾട്രാമറൈൻസ്, ദാറ്റ് ഈസ് അലുമിനോസിലിക്കേറ്റ്സ് തന്നെയാണ്, ബട്ട് ദേ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് അയോൺസ് എന്നൊക്കെ പഠിച്ചില്ലേ. ആൻഡ് ദെയർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ദേ ആർ കളേർഡ്, അവരൊക്കെ കളേർഡ് മെറ്റീരിയൽസ് ആണ്. സോ ദേ ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ വാൾ പെയിൻറ്റിങ്
വാൾ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാലിക്കോ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റൈൽ നമ്മൾ ഇതിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാലിക്കോ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ലോണ്ട്രി, മാനുഫാക്ചർ ഓഫ് പേപ്പർ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാ മറൈൻസ് കളേർഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാസ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് അല്ലേ. ഗ്ലാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൂപ്പർ കൂൾഡ് ലിക്വിഡാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ലിക്വിഡാണ് ആക്ച്വലി ഇത്, ബട്ട് ദാറ്റ് ഈസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്. എ മിക്സ്ചർ ഓഫ് സിലിക്കേറ്റിനെ ആദ്യം നമ്മൾ ലിക്വിഫൈ ചെയ്തിട്ട് സ്ലോലി കൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്ലാസ് കിട്ടുന്നത്. ആൻഡ് ഗ്ലാസ് ഹാവ് മെനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമ്പോസിഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അല്ലേ. സോഡിയം ഗ്ലാസ്, പൊട്ടാസ് ഗ്ലാസ്, ദെൻ അങ്ങനെ പല ഗ്ലാസ്സുകളുണ്ട്. ഹാവ് ഫൈൻഡ് മെനി ആപ്ലിക്കേഷൻസ്. നമ്മൾ എന്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, യൂട്ടൻസിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് വിൻഡോസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാറിൻ്റെയും അതിൻ്റെയൊക്കെ വിൻഡോസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ സോ മെനി ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലാസ് മെറ്റീരിയൽസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സിയോലൈറ്റ്സ്. സിയോലൈറ്റ്സ് നമ്മൾ പഠിച്ചു. ദേ ആർ അലുമിനോ സിലിക്കേറ്റ്സ് ആൻഡ് ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഇൻ കറ്റാലിസിസിലൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ എന്താണ് ആപ്ലിക്കേഷൻസ് ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷേ അറിഞ്ഞിരിക്കാം നിങ്ങൾക്ക്. സോ വി വോണ്ട് ടു സ്റ്റഡി മോർ അബൌട്ട് സിയോലൈറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട് സിയോലൈറ്റ്സ്. സിയോലൈറ്റ്സ് ആർ, ഇങ്ങനെ തന്നെ പഠിച്ചോളൂ, മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ്. ദേ ആർ മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ്. എന്താ മൈക്രോപോറസ് എന്ന് പറഞ്ഞാൽ പോസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും സിലിക്കേറ്റിൻ്റെ സിയോലൈറ്റ്സ്, അതിലിങ്ങനെ പോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പോറസ് സ്ട്രക്ചറാണ് ആർക്കുള്ളത്, സിയോലൈറ്റ്സ്. ദേ ആർ അലുമിനോ സിലിക്കേറ്റ്സ്. എങ്ങനെയുണ്ടായത്, സിലിക്കേറ്റിലുള്ള സിലിക്കണിനെ മാറി ഐസോമോർഫിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സിലിക്കൺ മാറി അലുമിനിയം വരും അല്ലേ. ആ അലുമിനിയം അപ്പോൾ ഒരു പ്ലസ് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മൈനസ് ചാർജ് വരും അല്ലേ. കാരണം ഒരു പ്ലസിൻ്റെ കുറവുണ്ടായതുകൊണ്ട് എക്സ്ട്രാ കാറ്റോൺസ് ഒക്കെ വരും, നമ്മൾ പഠിച്ചില്ലേ. ദാറ്റ് ഈസ് മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ് ആൻഡ് ഹാവ് ജനറൽ ഫോർമുല പറഞ്ഞു. ഒരു മെറ്റൽ ഉണ്ടായിരിക്കുന്നല്ലോ, അപ്പോൾ എം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. എം x/n n+ എന്ന് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ആരൊക്കെയുള്ള അലുമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട് അല്ലേ. AlX SiY എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ദർ ഈസ് ഓക്സിജൻ, അത് 2x + 2y എന്ന് കൊടുക്കുക. ആൻഡ് ബ്രാക്കറ്റ് എല്ലാം കഴിഞ്ഞിട്ട് x-. So this is the general formula of silicates. mx/n n plus AlX SiY O 2x + 2y x-. ഇതാണ് ജനറൽ ഫോർമുല. ഓക്കെ, അപ്പോൾ അവരുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ ഓപ്പൺ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു ഹോളായിട്ടുള്ള സ്ട്രക്ചറാണ്, ഓപ്പൺ സ്ട്രക്ചേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം റിയാക്ടൻസിനൊക്കെ ഇവിടെ കയറിയിരിക്കാം, എന്നിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഓക്കെ, സോ ദേ ഹാവ് ദ ഓപ്പൺ സ്ട്രക്ചർ and they can be natural and synthetic. നാച്ചുറലായിട്ട് സിയോലൈറ്റ്സ് കണ്ടുവരുന്നുണ്ട് ആൻഡ് വി ക്യാൻ പ്രിപ്പയർ ദം, ദാറ്റ് ഇസ് സോ ദ സിന്തറ്റിക് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സിന്തറ്റിക് ഉണ്ടാക്കുമ്പോൾ ബൈ വേരിയിങ് ദ സിലിക്കൺ ടു അലുമിനിയം റേഷ്യോ ആൻഡ് ബൈ അഡ്ജസ്റ്റിംഗ് pH, ടെമ്പറേച്ചർ എക്സെട്ര, സിയോലൈറ്റ്സ് വിത്ത് വേരിയസ് പോറസ് സ്ട്രക്ചർ ക്യാൻ ബി പ്രിപ്പയർഡ്. അപ്പോൾ അതായത് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ട്യൂണിങ് പ്രോസസ്സ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു കാറ്റലിസ്റ്റ്, ഒരു പ്രത്യേക റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ പ്രോസസ്സ് വേണമെന്ന് വിചാരിക്കൂ. അപ്പോൾ നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്യാം ബൈ വേരിയിങ് ദ സിലിക്കൺ ടു അലുമിനിയം റേഷ്യോ, pH, ടെമ്പറേച്ചർ, pressure, etc. So a tuning can be possible, and by the tuning we can prepare different zeolites having different structures. Next we want to study their synthesis of zeolites. There are two types of important zeolites. They are namely sodalite, represented by NaZ, to sodalite, sodium zeolite ആണ് sodalite, and there is another thing ZSM5, അതും ഒരു സോഡിയം സിലിക്കേറ്റ് തന്നെയാണ്. ഓക്കെ, സോ ദീസ് ടു സിന്തസിസ് വി ഹാവ് ടു ലേൺ. ദാറ്റ് ഈസ് ഉണ്ടാക്കുന്നത് സോഡിയം സിലിക്കേറ്റ് Na2SiO3, ദാറ്റ് ഈസ് സോഡിയം സിലിക്കേറ്റ്, ദാറ്റ് ഈസ് റിഫ്ലക്സ് വിത്ത് AlOH ത്രൈസ്, അലുമിനിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുക. ആൻഡ് ഹിയർ വി ഹാവ് low silicon to aluminum ratio, and we need a catalyst like tertiary ammonium hydroxide വേണം നമുക്ക്. ഓക്കെ,
and a temperature of 100 to 200 degrees Celsius you will get soda light. ഇതെന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. സോഡിയം സിലിക്കേറ്റ് ഓൺ റിയാക്ഷൻ വിത്ത് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ലോ സിലിക്കൺ അലുമിനിയം റേഷ്യോ എന്ന് ആലോചിച്ച് വയ്ക്കൂ. സോഡിയം ലൈറ്റ് വിൽ ഒബ്റ്റെയിൻ. Then there is another Na2SiO3, the same reaction AlOH thrice with ഹൈ സിലിക്കൺ അലുമിനിയം റേഷ്യോ, ഹൈ സിലിക്കൺ ടു അലുമിനിയം റേഷ്യോ. അതായത് ഈ റേഷ്യോ കുറവാണെങ്കിൽ സോഡ ലൈറ്റ് ആണ് ഉണ്ടാവുക, ഹൈ ആണെങ്കിൽ ദർ ഈസ് അനദർ കാറ്റഗറി നെയിംഡ് ആസ് ZSM5. സോ ദാറ്റ് ഈസ് ദ സിന്തസിസ്. വേറെയും കുറേ സിന്തസിസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ളത് ഇതാണ്. സോഡിയം സിലിക്കേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡ ലൈറ്റ് കിട്ടും വിത്ത് ലോ സിലിക്കൺ അലുമിനിയം റേഷ്യോ. ആൻഡ് ദസ് അഗെയിൻ ദ സോഡിയം സിലിക്കേറ്റ് വിത്ത് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഹൈ സിലിക്കൺ റേഷ്യോ ZSM5 will be obtained. Okay. And these zeolites found different wide application, that is about 130 different structures are possible, different types are possible and have wide applications. And the important things we want to study their applications, and the first application is in ion exchange. They have the ability to ion exchange. They are used as ion exchange resins, ion exchange resins, to convert hard water to soft water. They are used as ion exchange resins to convert hard water to soft water, usually sodium zeolite NaZ family. Okay. എന്താ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ കണ്ടെയ്ൻസ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് അല്ലേ, അതുണ്ടെങ്കിലാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുക. ഓക്കെ. സോ ഇറ്റ് ഈസ് ദാറ്റ് ദിസ് ഹാർഡ് വാട്ടർ വിൽ നോട്ട് ഫോം വിത്ത് സോപ്പ് അല്ലേ. അപ്പം നമ്മൾ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്. പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു യൂസ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സ്. സോ സച്ച് ടെക്നിക് ഈസ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. So in which hard water can be converted into soft water, and we are using a zeolite, soda light പോലുള്ള zeolite. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വലിയൊരു കോളം, okay, and that column containing and then the column is coated with zeolite. ഇതിൻ്റെ ഈ കോളത്തിൻ്റെ ഉൾഭാഗം സോ അയോൺ എക്സ്ചേഞ്ച് മനസ്സിലായില്ലേ? അതായത് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സോഡിയം സിലിക്കേറ്റുള്ള സോഡിയത്തിന് പകരം മറ്റ് അയോൺസ് അവിടെ കയറി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഹാർഡ് വാട്ടറിലുള്ള ഹാർഡ്നെസ്സിന് കാരണമായ അയോൺസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് കുറേ കഴിഞ്ഞ് വെച്ചാൽ ഇതിനെ മാറ്റണം, വീണ്ടും അടുത്ത സിയോലൈറ്റ്സ് ഫില്ല് ചെയ്യണം. കാരണം ഇതെല്ലാം കാൽസ്യമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മാറ്റണം. ഓക്കെ. സോ ഒരു എക്സ്പെൻസീവ് ടെക്നിക്കാണിത്, ഹാർഡ് വാട്ടർ ടു സോഫ്റ്റ് വാട്ടർ ത്രൂ അയോൺ എക്സ്ചേഞ്ച് റെസിൻ. പക്ഷേ ഇത് എഫിഷ്യൻ്റ് ആണ്. ഓക്കെ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഈസ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ആസ് എ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ഇൻ മെനി ഓർഗാനിക് റിയാക്ഷൻസ്, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഈസ് ZSM5. ആൻഡ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ.
എന്താ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിന് ഓരോ സ്ട്രക്ചറൊക്കെ ഉണ്ട് അല്ലേ, ഒരു ഇങ്ങനെ റൗണ്ട് അല്ല കേട്ടോ, ഹെക്സഗണൽ ഷേപ്പൊക്കെയാണ് ഈ സ്ട്രക്ചറിന്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ബെൻസീൻ പോലെയുള്ളത് അതിന് കൃത്യമായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇതിൽ കിടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബെൻസീൻ വെച്ചൊരു റിയാക്ഷൻ ഉണ്ട് വിചാരിച്ചോളൂ. വി ക്യാൻ കൺവേർട്ട് ബെൻസീൻ C6H6 ടു ഈഥൈൽ ബെൻസീൻ CS2 ഡബിൾ ബോണ്ട് CS2. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻസീനും ഈഥീനും പാസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ZSM കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ബെൻസീൻ ഇവിടെ ഫിറ്റായിട്ടിരിക്കും, അവിടേക്ക് CS2 - CS2 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഈഥൈൽ ബെൻസീനാണ് കിട്ടുക, C6H5C2H5 അല്ലേ, ഈഥൈൽ ബെൻസീൻ കിട്ടും. അതിവിടെ നല്ല ഫിറ്റായിരുന്നിട്ട് റിയാക്ഷൻ നടന്ന റിയാക്ഷൻ. അപ്പോൾ ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രസൻസ് ഇല്ല എങ്കിൽ നമുക്ക് വളരെ കുറച്ചാണ് പ്രോഡക്റ്റ്, സംടൈംസ് നോ പ്രോഡക്റ്റ് ഫോർമേഷൻ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ തന്നെ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് മെത്തനോൾ ടു ഗ്യാസോലിൻ. മെത്തനോൾ എന്താണ്, CS3OH. ഓക്കെ, ഗ്യാസോലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് അല്ലേ. അപ്പോൾ ആ ഗ്യാസോലിനൊക്കെ CS2N ടൈംസ്. ഓക്കെ, ഗ്യാസോലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് മെത്തനോൾ ടു ഗ്യാസോലിൻ ZSM5 യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് സിയോലൈറ്റ്സിനെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആസ് അയോൺ എക്സ്ചേഞ്ച് റെസിൻ, ദെൻ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. And another important application is as molecular sieves. Molecular sieves ആയിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റും. എന്താ സീവ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ അരിപ്പ അല്ലേ, മോളിക്യൂൾസിനെ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പയായിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റും. കാരണം മിസ് പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഷേപ്പൊക്കെയാണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഷേപ്പിന് പെർട്ടിക്കുലർ ആ സൈസിലുള്ള മോളിക്യൂൾസ് മാത്രമാണ് ഈ സിയോലൈറ്റ്സിലൂടെ പാസ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ തങ്ങി നിൽക്കും. അങ്ങനെ ഒരു അരിപ്പയായിട്ട് മോളിക്കുലർ സീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉപയോഗിക്കാം. ഓൺലി ദ മോളിക്യൂൾ having the size less than the pores of the zeolites can pass through this molecular zeolite, other will reside there. മറ്റോ അവിടെ തന്നെ നിൽക്കും, ബാക്കിയുള്ളതിനെ നമുക്കങ്ങനെ അരിച്ചെടുക്കാൻ മോളിക്കുലർ സീവായിട്ട്. കാരണം അങ്ങനെ നമുക്ക് പല ചാനലായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അല്ലേ, പല സൈസിലുള്ള ചാനൽസ് നമുക്ക് സിലിക്കണിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ റേഷ്യോ ഒക്കെ മാറ്റിണ്ടാകും. അപ്പോൾ ഏത് മോളിക്യൂളിനെയും നമുക്ക് അരിച്ചെടുക്കാൻ ഒരു ബെസ്റ്റ് മോളിക്കുലർ സീവായിട്ട് നമുക്ക് ഇയാളെ ഉപയോഗിക്കാം. പിന്നെ അതർ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സ്പെഷ്യൽ സിന്തസിസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. പല ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രിപ്പറേഷനും നമ്മൾ സിയോലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക്സ്, ഡിറ്റർജൻസ്, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ടു റിമൂവ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഫ്രം റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽസ്. ന്യൂക്ലിയർ ഫ്യൂവലിൽ നിന്നൊക്കെ പിന്നെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാനൊക്കെ അതാണ് അതർ അപ്ലിക്കേഷൻസ്. ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഡിറ്റർജൻസിൻ്റെ ഒക്കെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ടു റിമൂവ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഫ്രം ന്യൂക്ലിയർ ഫ്യൂവൽ. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്: അയോൺ എക്സ്ചേഞ്ച്, ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് ഓൾസോ മോളിക്കുലർ സീവ്. ഓക്കെ, സോ നമ്മളുടെ ആ സിലിക്കേറ്റ്സ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സിലിക്കോൺസ് നമ്മൾ പഠിച്ചു. ദെൻ സിലിക്കേറ്റ്സ് ഹാവിങ് ജനറൽ ഫോർമുല SiO4 ഒരു ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണെന്ന് പഠിച്ചു. ദെൻ ദേ ക്യാൻ കമ്പൈൻ പോളിമറൈസ് ത്രൂ എഡ്ജിലൂടെ കോർണറിലൂടെ പറ്റുമെന്ന് പഠിച്ചു. ആൻഡ് ഡിഫറെൻറ്റ് സിലിക്കേറ്റ്സ് ലൈക്ക് ഓർത്തോസിലിക്കേറ്റ്സ്, പൈറോസിലിക്കേറ്റ്സ്, ചെയിൻ സിലിക്കേറ്റ്സ്, ഷീറ്റ് സിലിക്കേറ്റ്സ്, 3 dimensional സിലിക്കേറ്റ്സ് എക്സാമ്പിളൊക്കെ പഠിച്ചു. ദെൻ ടുഡേ വി ലേൺ അബൌട്ട് ദ അപ്ലിക്കേഷൻസ് ഓഫ് ക്ലേ, സിർക്കോൺ, ബെറൈൽ, ആസ്ബസ്റ്റോസ്, ടോൾക്, ഫെൽസ്പാർ, ultramarine, glass ഒക്കെ പഠിച്ചു. Then the important category is zeolites. എന്താ zeolites? They are microporous aluminosilicates having this general formula ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.